അങ്ങനെ മലയാളത്തിൻ്റെ സ്വകാര്യ സ്വത്ത് അല്ലെങ്കിൽ മലയാളത്തെ ചിരിപ്പിക്കുന്ന നടൻ എന്നുള്ള നമ്മുടെ സലിം കുമാർ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. കൊച്ചി അമൃത ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചികിത്സ മൊത്തം അവിടെയായിരുന്നു. എന്താ ഇനി വേദനയില്ലാത്ത ലോകത്ത് അദ്ദേഹം യാത്രയായിരിക്കുകയാണ്. എന്താ ഈ അവസരത്തിൽ പറയാം, നമുക്കൊരു തീരെ നഷ്ടം തന്നെയല്ലേ സലിം കുമാർ. ശ്രീനിവാസൻ, മരിച്ചുപോയ എല്ലാവരും, അതായത് ഇനി അവർക്കൊക്കെ പകരം വയ്ക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് വരെ നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള മഹാനടന്മാരാണ് നമ്മളെ വിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സലിം കുമാറിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ സലിം കുമാറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ സുഹൃത്തും ഉറ്റ ചങ്ങാതി, മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാം. അതായത് ഈ അടുത്തൊരു മുഖ്യമന്ത്രിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ സലിം കുമാർ പങ്കെടുത്തിരുന്നു. സലിം കുമാറിൻ്റെ ഉറ്റ സുഹൃത്താണ്. അങ്ങനെ സലിം കുമാർ അതിൽ VD സതീശനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു കേട്ടോ അത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വല്ലാതെ ടച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മുന്നേ അത് കണ്ടിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്ന് വിളിച്ചറിയിക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ അത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ചന്തുവിനെയും ആരോമലിനെയൊക്കെ, പിന്നെ സലിം കുമാറിൻ്റെ വൈഫായിട്ടുള്ള സുനിത ചേച്ചി, ഇവരൊക്കെ ആശ്വസിപ്പിക്കുകയാണ് നമ്മുടെ മുഖ്യൻ നിർഭരനായിട്ടാണ് നിൽക്കുന്നത് തന്നെ. കാരണം അത്രത്തോളം മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരാളായിരിക്കണം സലിം കുമാർ. മുഖ്യൻ്റെ വിജയത്തിലും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ സലിം കുമാർ കേട്ടോ. സലിം കുമാറിന് പിന്നെ മലയാളത്തിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒത്തിരിയധികം വളരെ ഹിറ്റ് ഫിലിമുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒത്തിരി അവാർഡുകൾ, മികച്ച നടനടക്കമുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ടച്ചിങ് ആയിട്ടുള്ള ഒത്തിരി ഫിലിംസ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ സലിം കുമാറിനെ പറ്റി അധികം നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയുള്ളൊരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ സലിം കുമാറിനെ കാണുന്നതല്ലേ. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു. അദ്ദേഹം കുറച്ച് നാളായിട്ട് രോഗങ്ങളും ശാരീരികമായിട്ടും വലിയ സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം ലിവർ ട്രാൻസ്പ്ലാന്റൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു അദ്ദേഹം. അപ്പോൾ ആരോഗ്യം അത്ര നല്ലതായിരുന്നില്ല. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇത്ര ആയുസുള്ളൂ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ജീവിച്ചിരുന്ന സമയത്ത് ഒത്തിരി നല്ല ഓർമ്മകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം ജീവിക്കും, നമ്മുടെ മുന്നിലേക്ക് എത്തും. അങ്ങനെയാണല്ലോ, അവരെയൊക്കെ നമുക്ക് ആ ഫിലിമിലൂടെ ഇനി കാണാം. കാരണം അത്ര പെട്ടെന്നൊന്നും മറക്കാനുള്ള സാധ്യതയില്ല. കാരണം അതിനനുസരിച്ചുള്ള കഥയും കഥാപാത്രങ്ങളും എല്ലാം നമുക്ക് നൽകിയിട്ടാണ് അദ്ദേഹം പോകുന്നത്. VD സതീശനും നമ്മുടെ ഈ ഒരു സങ്കടത്തിൽ ഒത്തുചേരാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ മുഖ്യൻ്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ മുഖ്യൻ വന്നു. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.